ഉറച്ചു നിൽക്കുന്നു. അതിൽ പിന്മാറേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് സൂര്യ തേജസ് പോലെ സത്യസന്ധമായതാണ്, അടിസ്ഥാനപരമാണ്, വസ്തുനിഷ്ഠമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ അവർ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് ഞാൻ മറുപടി നൽകും. ലവ് ജിഹാദ് എന്ന് പറയുന്നത് പ്രണയം നടിച്ച് കുട്ടികളെ വശത്താക്കി തീവ്രവാദ പ്രവർത്തനത്തിന് അവരെ പ്രേരിപ്പിക്കുക. അതാണല്ലോ നിങ്ങളുടെ തിരുവനന്തപുരം. കൂടുതൽ പോകണ്ടല്ലോ, ഒന്ന് പോയിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് പോയിട്ട് ആ വീട്ടിൽ പോയി അന്വേഷിച്ചാൽ അവരിപ്പോൾ അഫ്ഗാനിസ്ഥാനില്ല. ആടിനെ മേക്കാൻ പോയതാണെന്നാണ് പറയുന്നത്. ആട് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. അങ്ങനെ പലരും ആടിനെ മേക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു നിയമത്തിൻ്റെ വ്യാഖ്യാനം നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്കതിന് വിവരം കിട്ടുന്നില്ല. അതിന് ഞങ്ങളും പറയുന്നത് അത് ഭാവിയിൽ ആ നിയമം വരും. പക്ഷെ അത് ഈ സംഭവം ഇല്ല, അതുകൊണ്ട് ഇതില്ല എന്ന് പറയാൻ സാധ്യമല്ല. കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടാണ്, CPM SDP-യുമായിട്ടാണ്. ഇത് രണ്ടും ദേശവിരുദ്ധ സംഘടനകളാണെന്നുള്ളതാണ് BJPയുടെ ഔദ്യോഗിക നിലപാട്. ഇവരുടെ പ്രവർത്തനം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമാണ്, ദേശവിരുദ്ധ പ്രവർത്തനമാണ്. ഈ രാജ്യത്ത് മതസൗഹാർദ്ദവും സാമുദായിക സമരസതയും അപകടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഈ സംഘടനകളെല്ലാം നടത്തുന്നത് എന്ന അഭിപ്രായം BJPക്കുണ്ട്. അതാണ് ഞങ്ങൾ ഇന്നലെ പ്രസ്താവിച്ചത്. 2014 ജനുവരി 18-ാം തീയതി അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനീ പറഞ്ഞു തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമി ദേശവിരുദ്ധ സംഘടനയാണ്, ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുന്നവരാണ്, സാമുദായിക കലഹവും കലാപവും ഉണ്ടാക്കുന്നവരാണ്, അവരെ നിരോധിക്കണമെന്നാണ് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്നത്തെ SDP-യുടെ ആദ്യ രൂപമായിട്ടുള്ള NDF-നെതിരായിട്ട് അച്യുതാനന്ദൻ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.